ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക, ഒന്ന് ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്, 4 ഓഫ് പെൻഡക്കിൾ കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്, പേജ് ഓഫ് പെൻഡക്കിൾ. 1 മോർ കാർഡും കൂടി എടുക്കാം. 10 ഓഫ് കപ്സ് ആണ്. നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 5 ഓഫ് കപ്സ് ആയിരുന്നു. സോ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരാളെയാണ് കാണിച്ചു തരുന്നത്. എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരാളാണിത്. അവർ സെൽഫ് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. സ്വയം ഒരു തോൽവി, ഒരു ഡിസപ്പോയിൻമെന്റ് ഒക്കെയാണ് അവർക്ക് ഇപ്പം തോന്നുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ഇടയിൽ ഒരു ജസ്റ്റിസ് വരേണ്ട സമയമാണ് എന്നുള്ളതാണ്. ഇവിടെ 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ ഫീലിങ്സ് ആണ്. നിങ്ങളെ ഒരു ഫാമിലിയെ പോലെ, ഒരു ഫാമിലി മെമ്പറിനെ പോലെ ഈ വ്യക്തി കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളടുത്ത് തോന്നുന്ന ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നിങ്ങളോട് തോന്നുന്ന പല ഫീലിങ്സും അതൊരു ഫാമിലിയിലെ ഒരു അംഗമായിട്ടാണ് തോന്നുന്നത്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. സോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഫീലിങ്സ് എന്താണോ അതാണ് ആ പേഴ്സണ് നിങ്ങളടുത്ത് ഉള്ളത്. ഭയങ്കരമായിട്ടും ഒരു സന്തോഷം തോന്നുക, ഒരു ഫുൾഫിൽമെന്റ് പോലെ അവർ ഭയങ്കരമായിട്ടും നിങ്ങളെ ഡ്രീം ചെയ്യുക. ഭയങ്കരമായിട്ടുള്ളൊരു ലവ് അവർക്ക് നിങ്ങളടുത്ത് തോന്നുന്നുണ്ട്. ഈ ഒരു ഡ്രീം കംപ്ലീറ്റ് ആക്കണം, അല്ലെങ്കിൽ ട്രൂ ആക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻഡക്കിൾ ആണിത്. ഇതൊരു കോണ്ടാക്ട് കാർഡാണ്. നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ അറിയാതെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുമ്പോൾ അവിടെ ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ആവുകയാണ്. നിങ്ങൾ അട്രാക്ട് ആയി പോവുകയാണ് ഈ വ്യക്തിയിൽ. അത് അവരുടെ മാനിഫെസ്റ്റേഷൻ കാരണമാണ്. ഓക്കെ, അറിഞ്ഞോ അറിയാതെ ആയിരിക്കാം അവരിൽ ഇത് നടക്കുന്നത്. ആൻഡ് ഇവർക്ക് നിങ്ങളെന്ന് പറയുന്നത് അംബീഷൻ ആണ്, അവരുടെ ഒരു ഗോളാണ് നിങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ന്യൂസ് തരിക, അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരിക, ദാറ്റ് മീൻസ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അവരുടെ ഫീലിങ്സിനകത്ത് നിങ്ങളടുത്ത് മിണ്ടണം, സംസാരിക്കണം എന്നൊക്കെയുള്ളതാണ്. ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് ആണിത്. ആൻഡ് ഇവർക്ക് ഇമോഷണൽ പെയിൻ നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അവരൊരു ഡിപ്രഷൻ അനുഭവിക്കുന്നത് പോലെ, വിച്ച് മീൻസ് അവർക്ക് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഒക്കെ അപ്സെറ്റ് ആയി പോവുക, അവർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരിക, അല്ലെങ്കിൽ അവരിങ്ങനെ ആലോചിച്ചിരിക്കുക, അവർക്ക് ഭയങ്കര സങ്കടം വരിക. ഓക്കെ, ഹാർട്ട് പെയിൻ ആണിത്. നല്ല രീതിക്ക് തന്നെ ഹാർട്ട് ബ്രോക്കൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഫീലിങ്സ് ആണ്. നല്ല രീതിക്ക് ഈ ഒരു കാര്യത്തിൽ അവർ സഫർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ട്. അവരുടെ ആക്ഷൻസ്, ഈ ഒരു എനർജി അവർക്ക്, ഈ ഒരു ഡിപ്രഷൻ എനർജി പോകുമ്പം അവരുടെ ആക്ഷൻ ഭയങ്കര സ്ലോ ആയി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇമോഷണൽ പെയിൻ നല്ല രീതിക്ക് തന്നെ ഉണ്ട്. ഓക്കെ, 4 ഓഫ് പെൻഡക്കിൾ ആണ് ദെൻ വന്നിട്ടുള്ള കാർഡ്. നിങ്ങളുടെ സ്നേഹം സേവ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളുടെ സ്നേഹവും അവർ സേവ് ചെയ്ത് വെക്കുകയാണ്, കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ഇമോഷൻസ് നിങ്ങളുടെ അടുത്തുണ്ട്. ഇമോഷണലി അവർ കണക്ട് ആവുന്നുണ്ട്, പക്ഷെ അതിങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുകയാണ്. സൺ കാർഡാണ് അവസാനം വന്നിട്ടുള്ളത്. ഇതൊരു റിയൂണിയൻ കാർഡാണ്. നിങ്ങൾക്ക് റിയൂണിയൻ പോസിബിലിറ്റിയുടെ കാർഡാണ് ഇത്. അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ. ആൻഡ് നിങ്ങളുടെ കൂടെ ഹാപ്പിനെസ് വേണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്, സെലിബ്രേഷൻസ് കാണിക്കുന്നുണ്ട്, സക്സസ് കാണിക്കുന്നുണ്ട്. അവർക്കൊരു റീബർത്ത് ഉണ്ടാകും, റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻസ് ഉണ്ടാകാം. നിങ്ങളെ ഒരു സെയിം സോളായിട്ട് അവർക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഫീൽ ചെയ്തിട്ടുണ്ടാകാം ഇതൊരു സോൾ കണക്ഷൻ പോലെ. അവർക്കത് ഓൾറെഡി ഇപ്പോഴാണ് ഫീൽ ചെയ്യണത് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾക്കിവിടെ വന്നിട്ടുള്ള സോഡിയക് സൈൻ സ്കോർപിയോ വന്നിട്ടുണ്ട്, ഫൈസിയസ് വന്നിട്ടുണ്ട്, ആൻഡ് ലിബ്ര വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കറന്റ് ഫീലിങ്സ് ആണ് അവരത് വന്നിട്ടുള്ളത്.
സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനർജി ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്യാനായിട്ട് സബ് ചെയ്യുക ഓർ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് മെസ്സേജ് ഒരു ഏഞ്ചൽ മെസ്സേജും കൂടി എടുത്തിട്ട് നമുക്ക് റീഡിംഗ് നിർത്താം. വ്യൂവേഴ്സിനുള്ള മെസ്സേജാണ്. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തരുന്ന സ്നേഹം നിങ്ങൾ അതുപോലെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തെറ്റോ ശരിയോ അല്ലെങ്കിൽ തെറ്റുകളോ ശരികളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ടാകാം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാകാം. സ്നേഹിക്കുന്നവർക്ക് സ്നേഹം തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അവനവനെ വേദനിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, സ്നേഹമായി കൊടുക്കുക. അതായത് ഒരു പുഞ്ചിരി എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ്.